ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നീ വരുവോളം 17-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. മക്കളെയും ചേർത്ത് പിടിച്ച് ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ വീണയുടെ മുഖത്ത് ആധി പടർന്നിരുന്നു. അവൾ അത് മറച്ചു വെക്കാതെ ശ്യാമിനെ നോക്കി പറഞ്ഞു, ഇവരെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ടാൽ നാട്ടുകാർ നമ്മളെ തല്ലിക്കൊല്ലും ശ്യാമേ. നമുക്ക് കുറച്ചു ദിവസം ഇവരെ പപ്പയുടെയും മമ്മിയുടെയും അരികിൽ കൊണ്ടുപോയി നിർത്തിയാലോ? അവിടെ ആകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി നിയന്ത്രണം കിട്ടും. ശ്യാം ഒന്ന് ചിന്തിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ആ മറുപടി തിരുത്തി. അതൊന്നും ശരിയാവില്ല വീണേ. ഇവരെ ഒരു നിമിഷം കാണാതെ എനിക്ക് ഉറക്കം വരില്ല. സാരമില്ല, ഇന്നത്തെ സ്കൂൾ യാത്ര മുടങ്ങിയെങ്കിലും നാളെ മുതൽ അവർ ക്ലാസ്സിൽ പോയി തുടങ്ങില്ലേ. സ്കൂളിലെ തിരക്കുകളും അച്ചടക്കവും വരുമ്പോൾ ഈ കുസൃതികളൊക്കെ താനെ കുറഞ്ഞോളും. അതെന്തായാലും ശരിയാ. ഇന്നത്തെ കാര്യം ഇങ്ങനെയൊക്കെയായി, നാളത്തെ കാര്യം നാളെയല്ലേ. അപ്പോൾ നോക്കാം. എന്തായാലും ഞാൻ ഇവരെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കട്ടെ. നല്ലൊരു കുളി കിട്ടിയാൽ കുറച്ചു നേരമെങ്കിലും ഇവറ്റകളൊന്ന് ഉറങ്ങി കിട്ടിയാൽ അത്രയെങ്കിലും സമാധാനം കിട്ടിയേക്കും. അതും പറഞ്ഞ് അവരെയും കൂട്ടി വീണ കുളിമുറിയിലേക്ക് നടന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് മറിയാമ്മ ചേട്ടത്തി അവർക്ക് നേരെ പുഞ്ചിരി തൂകി. ശ്യാം പെതുക്കെ ആ അമ്മയെ താങ്ങിപ്പിടിച്ച് അവരുടെ മുറിയിലെ കട്ടിലിൽ കിടത്തി. അവർക്ക് വേണ്ട വെള്ളവും മരുന്നും അരികിൽ വെച്ച ശേഷം അവൻ പുറത്തിറങ്ങി വാതിലടച്ച് കുറ്റിയിട്ടു. തൻ്റെ മക്കൾ വീണ്ടും വന്ന് മറിയാമ്മ ചേട്ടത്തെ ശല്യം ചെയ്യുമെന്നും അവരുടെ പ്ലാസ്റ്റർ ഇട്ട കാലിൽ വല്ല പണിയും ഒപ്പിക്കുമെന്നും അവന് നല്ല ഉറപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വസ്ത്രം മാറി ബാങ്കിലേക്ക് പോകാനായി അവൻ തയ്യാറെടുത്തു. മുറ്റത്തിറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം അവൻ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, വീണേ, ഞാൻ ഇറങ്ങുവാണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേക്കണേ. വീണയുടെ തിരക്കുകൾ മനസ്സിലാക്കി മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ശ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാർ ഓടിച്ച് ബാങ്കിലേക്ക് പോകുമ്പോൾ മക്കളുടെ കുസൃതികൾ ഓരോന്നായി അയാളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. മറിയാമ്മ ചേട്ടത്തിയെ വീഴ്ത്തിയതും കള്ളുചെത്തുകാരനെ പരുവപ്പെടുത്തിയതും ആ പാവം പൂച്ചയെ കെട്ടിത്തൂക്കിയതുമെല്ലാം ഓർക്കുമ്പോൾ അറിയാതെ തന്നെ ശ്യാമിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇത്രയൊക്കെ തലവേദനകൾ സൃഷ്ടിക്കുന്നവരാണെങ്കിലും തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധികളാണ് ഈ രണ്ട് ജീവനുകളെന്ന് ഓർക്കുമ്പോൾ ദൈവത്തോട് അവന് മനസ്സുരുങ്ങി നന്ദി തോന്നി. എങ്കിലും മനസ്സിനെ അലട്ടുന്ന ഒരു ചെറിയ ആധി ബാക്കി നിന്നു. ഭഗവാനെ, തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വീടെങ്കിലും ബാക്കിയുണ്ടായാൽ മതിയായിരുന്നു. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ ആവോ. ഒരു നീണ്ട ദീർഘനിശ്വാസത്തോടെ ശ്യാം വണ്ടി വേഗത്തിൽ ഓടിച്ചുപോയി. മംഗലത്ത് തറവാട് ഇപ്പോൾ ഒരു നിശബ്ദമായ അഗ്നിപർവ്വതം പോലെയാണ്. ഏത് നിമിഷം അവിടെ അടുത്ത സ്ഫോടനം ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ബാങ്കിലെ തിരക്കുകൾക്കിടയിൽ തൻ്റെ സീറ്റിലിരിക്കുമ്പോഴാണ് ശ്യാമിനെ തേടി ആ ആശ്വാസകരമായ ഇമെയിൽ എത്തുന്നത്. ബ്രാഞ്ചിലേക്ക് പുതിയൊരു മാനേജർ കൂടി ചുമതലയേൽക്കുന്നു എന്ന വാർത്ത അവനിൽ ചെറിയൊരു പുഞ്ചിരി വിടർത്തി. ദൈവമേ, ജോലിഭാരം കുറച്ച് കുറഞ്ഞു കിട്ടിയല്ലോ, അവൻ മനസ്സിൽ പറഞ്ഞു. മണിക്കൂറുകൾ അതിവേഗം ഓടിക്കൊണ്ടേയിരുന്നു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകണം. ശാന്തവും എന്നാൽ അല്പം ഗൗരവവും ഒത്തുചേർന്ന മുഖഭാവമുള്ള ഒരു പെൺകുട്ടി ക്യാബിൻ്റെ വാതിൽക്കൽ വന്നു നിന്നു. അവൾ പെതുക്കെ വാതിലിൽ 1-2 തവണ മുട്ടി. ശ്യാം ഫയലുകളിൽ നിന്ന് തല ഉയർത്തി നോക്കി. യെസ്, പ്ലീസ് കമിൻ. ശ്യാം മാന്യമായി അവരെ സ്വാഗതം ചെയ്തു. ശ്യാം അവളെ സൂക്ഷിച്ചു നോക്കി. തികച്ചും ശാലീന സുന്ദരി. സാരിയാണ് വേഷം. കണ്ടാൽ വീണയേക്കാൾ 2-3 വയസ്സ് കുറവ് തോന്നും. വിവാഹിതയാണെന്ന് വിളിച്ചോതുന്ന അടയാളങ്ങൾ അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ശ്യാം മര്യാദയോടെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. അവൾ തൻ്റെ ബാഗിൽ നിന്ന് ഒരു കത്തെടുത്ത് അവന് നേരെ നീട്ടി. സർ, ഞാൻ അനു സണ്ണി. ഇവിടെ പുതുതായി ജോയിൻ ചെയ്യാൻ വന്നതാണ്. മാനേജർ തസ്തികയിലേക്കാണ് നിയമനം. ഇതുവരെ ഞാൻ മൂവാറ്റുപുഴ ബ്രാഞ്ചിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ശ്യാം ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററിലേക്ക് കണ്ണുകൾ ഓടിക്കുമ്പോൾ അനു തുടർന്നു. സത്യം പറഞ്ഞാൽ സ്ഥലമാറ്റം ചോദിച്ചു വാങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും അത് നന്നായി. എനിക്കൊരു വലിയ ആശ്വാസമാകും. ഓ സോറി, ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ. ഇരിക്കൂ അനു. ശ്യാം ആദിത്യ മര്യാദയോടെ തൻ്റെ ക്യാബിനിലെ കസേരയിലേക്ക് ചൂണ്ടി. അനു ചിരിയോടെ നന്ദി പറഞ്ഞ് ആ കസേരയിലിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ക്യാബിൻ്റെ വാതിൽക്കൽ ഒരു നിഴലനക്കം ശ്യാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആരാ അവിടെ? അവൻ അല്പം ശബ്ദമുയർത്തി ചോദിച്ചു. അതെൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തോട് അകത്തേക്ക് വരാൻ പറ. ശ്യാം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സൗമ്യമായി പറഞ്ഞു. അനു വാതിൽക്കലേക്ക് നോക്കി സ്നേഹത്തോടെ വിളിച്ചു, നവീൻ. വാതിലിൽ പെതുക്കെ മുട്ടിയിട്ട് സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കടന്നു വന്നു. അയാളുടെ പൂച്ചക്കണ്ണുകളിലെ തിളക്കം ശ്യാമിലൊരു പുഞ്ചിരിയായി പടർന്നു. മുഖത്ത് ഐശ്വര്യം തുളുമ്പുന്ന താടിയും ഭംഗിയായി ചീകിയൊരുക്കിയ മുടിയും
അയാൾക്കൊരു പ്രത്യേക ഗാംഭീര്യം നൽകിയിരുന്നു. ഹായ്, ഐ ആം നവീൻ. ഇവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. നവീൻ പുഞ്ചിരിയോടെ ശ്യാമിന് നേരെ കൈ നീട്ടി സ്വയം പരിചയപ്പെടുത്തി. അതെന്തായാലും നന്നായി. അതുകൊണ്ട് എനിക്കൊന്ന് പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ബൈ ദ ബൈ, ഞാൻ ശ്യാം. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. നിങ്ങൾ ഈ നാട്ടുകാരാണോ അതോ? ശ്യാം വാചകം പാതി വഴിയിൽ നിർത്തി അവരെ കൗതുകത്തോടെ നോക്കി. നവീൻ ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു. ഏയ് അല്ല സാറേ, ജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇത്രയും കാലം ഞാൻ കൂട്ടുകാരുടെ കൂടെ ബാച്ചിലർ റൂമിലായിരുന്നു താമസം. ഇനി കുടുംബമായി താമസിക്കണമല്ലോ, അതുകൊണ്ട് ഒരു വീട് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. സാറിനറിയാമല്ലോ ഈ ഭാഗത്ത് വീട് കിട്ടാനുള്ള പ്രയാസം എത്രമാത്രമാണെന്ന്. ശ്യാം സൗഹൃദത്തോടെ തലയാട്ടി. അതൊന്നും സാരമില്ല നവീൻ, നമുക്ക് നോക്കാം. എന്തായാലും ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ കാണാമല്ലോ. സംസാരത്തിനിടയിൽ ശ്യാം ബെല്ലടിച്ച് അറ്റൻഡറെ വിളിച്ചു. നിമിഷങ്ങൾക്കകം മധ്യവയസ്കനായ ദാസേട്ടൻ ഓടി വന്നു. എന്താ സാർ? അദ്ദേഹം വിനയത്തോടെ ചോദിച്ചു. ശ്യാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദാസേട്ട, ഇതനു, നമ്മുടെ പുതിയ മാനേജറാണ്. അപ്പുറത്തെ ക്യാബിനൊന്ന് കാണിച്ചു കൊടുക്കാമോ? പിന്നെ ദാസേട്ട, എന്നെ സാർ എന്ന് വിളിക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞിട്ടില്ലേ? ശ്യാം എന്ന് വിളിച്ചാൽ പോരെ? ദാസേട്ടൻ ഒന്ന് ചിരിച്ചു. സാറേ, ഇവിടെ എല്ലാവരെയും അങ്ങനെ വിളിച്ചേ ശീലിച്ചിട്ടുള്ളൂ. നാവിൽ വേറൊന്നും വരുന്നില്ല. ഇനി ശ്രമിക്കാം സാർ. വീണ്ടും സാർ. ഈ ദാസേട്ടൻ്റെ ഒരു കാര്യം എത്ര പറഞ്ഞാലും നന്നാവില്ല. ശ്യാം ചിരിയോടെ കൈകൂപ്പി. ആ നിഷ്കളങ്കമായ തമാശയിൽ അനുവും നവീനും പങ്കുചേർന്നു. അനുവിനെയും നവീനെയും കൂട്ടി ദാസേട്ടൻ ക്യാബിന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ശ്യാമിൻ്റെ ഉള്ളിൽ തൻ്റെ പഴയ വീടിൻ്റെ ഓർമ്മകൾ ഓടിയെത്തിയത്. ആ വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ? അത് ഇവർക്ക് അനുയോജ്യമായിരിക്കുമോ? ശ്യാമിൻ്റെ ഉള്ളിൽ ചിന്തകൾ ഓടിക്കളിച്ചു. പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിയ ശ്യാം ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ നവീനെ ഉറക്കെ വിളിച്ചു. നവീൻ! എന്താ ശ്യാമേ? നവീൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ചോദ്യരൂപത്തിൽ അവനെ നോക്കി ചോദിച്ചു. നിങ്ങൾ വീട് വേണമെന്നല്ലേ പറഞ്ഞത്? എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. ഞാൻ ഈ ബാങ്കിൽ ജോയിൻ ചെയ്തപ്പോൾ പപ്പ വാങ്ങി തന്നതാണ്. വിവാഹശേഷം ഇപ്പോൾ ഞാൻ വൈഫിൻ്റെ തറവാടായ മംഗലത്താണ് താമസിക്കുന്നത്. ആ വീടിപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് മാറാം. ശ്യാം സ്നേഹപൂർവ്വം വാഗ്ദാനം ചെയ്തു. അനുവിൻ്റെ മുഖത്ത് ഒരു പ്രതീക്ഷയുടെ തിളക്കം വിരിഞ്ഞു. അതെന്താ സാറേ ആ വീട്ടിൽ മറ്റാരും താമസമില്ലാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുപോലൊരു ടൗണിൽ വീട് ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. നവീൻ അല്പം സംശയത്തോടെ ചോദിച്ചു. നവീൻ്റെ ചോദ്യം കേട്ടപ്പോൾ ശ്യാം മനോഹരമായൊരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചുകൊണ്ട് തുടർന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. എൻ്റെ കുരുത്തം കെട്ട 2 മക്കൾ, അവരാണ് അവിടുത്തെ പ്രശ്നക്കാർ. അവരെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് താമസം മാറാം കേട്ടോ. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ശ്യാം ചോദിച്ചു. ഓ, ചോദിക്കാൻ വിട്ടുപോയി, നിങ്ങൾക്ക് മക്കൾ എത്ര പേരാണ്? ശ്യാമിൻ്റെ ആ ചോദ്യം കേട്ടതും അനുവിൻ്റെ മുഖം പെട്ടെന്ന് വാടി. അവളുടെ കണ്ണുകളിൽ സങ്കടത്തിൻ്റെ ഒരു നിഴൽ പടരുന്നത് ശ്യാം ശ്രദ്ധിച്ചു. നവീൻ പതുക്കെ അനുവിൻ്റെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 5 കൊല്ലത്തോളമായി ശ്യാമേ. നിർഭാഗ്യവശാൽ ഞങ്ങൾക്കിതുവരെ മക്കളില്ല. ഒരുപാട് ചികിത്സകൾ എടുത്തു. പക്ഷേ മക്കളുണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സങ്കടം നിറഞ്ഞ നവീൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്യാമിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. വേണ്ടിയിരുന്നില്ല, അറിയാതെ ആ മുറിവിൽ തൊടേണ്ടിയിരുന്നില്ല. ശ്യാം മനസ്സിൽ സ്വയം കുറ്റപ്പെടുത്തി. സോറി നവീൻ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചോദിച്ചതല്ല. നിങ്ങൾക്ക് വിഷമമായല്ലേ? എന്നോട് ക്ഷമിക്കണം. ശ്യാം അങ്ങേയറ്റം ഖേദത്തോടെ അവരോട് പറഞ്ഞു. നവീൻ ഒരു നേർത്ത പുഞ്ചിരിയോടെ ശ്യാമിനെ നോക്കി. ഏയ്, അതൊന്നും സാരമില്ല ശ്യാമേ. ഒരുപാട് കാലമായി ഞങ്ങളിതൊക്കെ കേൾക്കുന്നു. ഇപ്പോൾ അതൊരു ശീലമായിപ്പോയി. സങ്കടം ഉള്ളിലൊതുക്കിയുള്ള അവരുടെ ആ മറുപടി ശ്യാമിൻ്റെ മനസ്സിനെ ഒന്നുകൂടി ആർദ്രമാക്കി. ശരി, അപ്പോൾ വൈകിട്ട് വീട്ടിലേക്ക് ഇറങ്ങും. താമസം തുടങ്ങുന്നതിന് മുമ്പ് വീടും ചുറ്റുപാടുകളും പിന്നെ എൻ്റെ 2 കുസൃതികളെയും ഒന്ന് കാണാം. വീടിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് അവരെയാണ്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ അമ്മച്ചിയുടെ കാല് തല്ലി ഒടിച്ചിട്ടേക്കുകയാണ് 2 കൂടി. ശ്യാം ചിരിയോടെ പറഞ്ഞപ്പോൾ നവീനും അനുവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. കുട്ടികളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അവർക്ക് അത്തരം കുസൃതികൾ കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമായിരുന്നു. ശരി സാറേ എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് നടന്നു. ദാസേട്ടൻ അനുവിനെ പുതിയ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നടപ്പിനിടയിൽ ദാസേട്ടൻ ആവേശത്തോടെ വിശേഷങ്ങൾ പങ്കുവച്ചു. മംഗലത്ത് തറവാട്ടിലെ ഒരേ ഒരു അവകാശിയാണ് ശ്യാം സാറിൻ്റെ ഭാര്യ വീണ കൊച്ചമ്മ. ഇട്ടുമൂടാൻ പണവും പ്രതാപവും അവർക്കുണ്ട്. പക്ഷേ
അതിൻ്റെ ഗർവമൊന്നും അവരാരോടും കാണിക്കാറില്ല. എത്ര സ്നേഹമുള്ളവരാണെന്നറിയാമോ? ഒന്ന് പരിചയപ്പെട്ടാൽ പിന്നെ ആരും അവരെ മറക്കില്ല. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ താമസിക്കാൻ ഇടം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യമാണ്. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ദാസേട്ടൻ്റെ വാക്കുകൾ കേട്ട് അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു. ഇത്ര പെട്ടെന്നൊരു താമസ സ്ഥലം ശരിയാകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ദാസേട്ടാ. എല്ലാം ദൈവാനുഗ്രഹം. നവീൻ സന്തോഷം മറച്ചു വെക്കാതെ പറഞ്ഞു. വൈകുന്നേരം ബാങ്കിൽ നിന്ന് വീട്ടിലെത്തിയ ഉടനെ ശ്യാം വീണയോട് കാര്യം അവതരിപ്പിച്ചു. വീണെ, നമ്മുടെ ആ വീട് പുതിയ മാനേജർക്ക് കൊടുക്കാം. അവർ വീട് അന്വേഷിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. വൈകിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വീണ ഒന്ന് ദീർഘശ്വാസം വിട്ടു. ആ, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ മക്കളെ പേടിച്ച് അവർ വീട് വിട്ട് ഓടാതിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ ടീംസിനെ നിനക്ക് അറിയാവുന്നതല്ലേ? അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ശ്യാം ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു. വരൂ നവീൻ. ശ്യാം ആവേശത്തോടെ അവരെ സ്വീകരിച്ചു. പിന്നാലെ വീണയും പുറത്തെത്തി. ആഹാ, നിങ്ങളെത്തിയോ? കയറിയിരിക്കൂ. വീണ അതിയായ സ്നേഹത്തോടെ അനുവിൻ്റെ കൈകളിൽ പിടിച്ചു. ആ തറവാടിൻ്റെ പ്രൗഢിയും അതിനേക്കാൾ ഉപരിയായി വീണയുടെ ശാലീനമായ പെരുമാറ്റവും കണ്ട് അനു അതിശയത്തോടെ അവളെ നോക്കി നിന്നുപോയി. ഒരു വലിയ തറവാട്ടിലെ അവകാശിയാണെന്ന യാതൊരു ഭാവവുമില്ലാത്ത ആ പെൺകുട്ടി ആദ്യ കാഴ്ചയിൽ തന്നെ അനുവിൻ്റെ ഉള്ളിൽ ഇടം നേടി. എന്നാൽ ആ നിമിഷം വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ആദിയും നിധിയും തങ്ങളുടെ അടുത്ത ഇരകളെ സ്വീകരിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയുന്നുണ്ടാകുമെന്ന് അവർ ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.